ഇറ്റി വീഴുന്ന കണ്ണുനീർ തുടച്ച് നീക്കൊണ്ട് വൈദേഹി ചോദിച്ചു. കയ്യിൽ നിന്ന് വിട്ട് നീ, എനിക്കാരെയും പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരോടൊന്നും പറയാൻ പറഞ്ഞു വിട്ടിട്ടുമില്ല. ഇനി എൻ്റെ മുമ്പിൽ നിന്ന് ഓങ്ങിയാ എൻ്റെ സ്വഭാവം മാറും. മാറട്ടെ, നിങ്ങൾക്ക് എന്നെ തല്ലണം, തല്ലിക്കോ. പക്ഷെ മറക്കാൻ മാത്രം പറയരുത്. കഴിയില്ല എനിക്ക്. ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, ഓളെ മറക്കാൻ പറ്റൂ? പണ്ടെങ്കോ മനസ്സിൽ കയറിക്കൂടി അവളെ എനിക്ക് വേണ്ടി മറന്നൂടെ? ഓളി പാടിയിലും മഹർ ചാർത്ത് ജീവിക്കുന്നുണ്ടാവും. മറന്നൂടെ ഇക്ക നിങ്ങൾക്ക്? ദയനീയമായി വൈദേഹി ചോദിച്ചു. ഓൾ ആരുടെ കൂടെ വേണമെങ്കിലും സന്തോഷമായി ജീവിച്ചോട്ടെ. എനിക്ക് കൂട്ടിയൊരു പെണ്ണ് വേണം തോന്നിയിട്ടില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിലും അത് നീയായിരിക്കില്ല. ആവശ്യമില്ലാതെ ഒരു ചിന്തിച്ച് കൂട്ടണ്ട. നീ പോയേ. അപ്പം നിങ്ങൾക്ക് വാശിയാണല്ലേ? ആരോട്? എന്നോടോ? ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രണയം സത്യമാണ് തെളിയിക്കുക? ഒന്ന് ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ഈ മുഹമ്മദ് സുൽത്താൻ ആയിരിക്കും. ഇല്ല പിന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ മയ്യത്തായിരിക്കും. ഓർത്തോ നിങ്ങൾ? പറഞ്ഞു തീരും മുമ്പേ സുൽത്താൻ കൈവീശി മുഖമടച്ചൊന്ന് പൊട്ടിച്ചു. ചെല്ലടി ചെല്ലി, പോയി ചാവ്. നീ ചത്താലും എനിക്കൊരു നഷ്ടമല്ല. നഷ്ടം നിനക്കും നിന്റെ വീട്ടുകാർക്കും മാത്രം. എനിക്കൊരു ചുക്കുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. സുൽത്താൻ പറഞ്ഞു തീരുമ്പോഴേക്കും വൈദേഹി പൊട്ടിക്കരഞ്ഞു. വേണ്ട, കേൾക്കേണ്ട എനിക്ക്. ഞാൻ ചത്താലും നിങ്ങൾക്ക് ഒന്നുമില്ല അല്ലേ? ഇത്രയ്ക്കും നീചനാവും നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഛേ, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. നിങ്ങളെ പ്രണയിച്ചതിൽ പോവാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചത്താൻ എൻ്റെ മയ്യത്ത് കാണാൻ പോലും വരുന്നത് നിങ്ങൾ. അറപ്പ വെറുപ്പ വൈദേഹിക്ക്. ഇന്നു മുതൽ ഈ സുൽത്താനോട്. അസ്തമയ സൂര്യൻ എങ്ങോ പോയി മറഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ നടന്നകന്നു. എന്നാൽ അല്പദൂരം ചെന്ന് അവൾ തിരികെ നടന്ന് സുൽത്താനരികിൽ നിന്നു. ഉടുത്തിരുന്ന ദാവണി മാറിൽ നിന്ന് അവൾ അടർത്തി മാറ്റി. സുൽത്താൻ വിമിഷ്ടത്തോടെ തലതിരിച്ച്. എന്നാൽ വൈദേഹി കൈകൊണ്ട് മുഖം പിടിച്ച് തിരിപ്പിച്ച്. കാണ്, നിങ്ങളെ ഞാൻ കൊണ്ടുവരുന്ന ഇവിടെയാ, ഈ ഇടനെച്ചിൽ. സുൽത്താൻ എന്ന് ചോര കൊണ്ട് കുത്തിവെച്ച എൻ്റെ മാറിലല്ല, മനസ്സിലാ. മായ്ച്ചു കളയാൻ പറ്റാത്ത പലതുമുണ്ട് ഈ മനസ്സിലെ ശരീരത്തിലും. ഒന്ന് ഞാൻ പറയാം, നിങ്ങളെനിക്ക് വേണ്ട. എന്നാൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനുണ്ടാവില്ല. ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയാണെങ്കിലും എന്നോട് അവൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം ഹൃദയം പറിച്ച ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ആ നെഞ്ചിൽ തൊട്ട് പറയുക, പോവാ, വരിലിനൊരു ശല്യമായി. മാറിൽ സുൽത്താൻ എന്ന് പച്ചകുത്തിയെ തൊട്ട് കാണിച്ചുകൊണ്ട് അവൾ നടന്നെല്ലുമ്പോൾ സുൽത്താൻ തറഞ്ഞിന്ന് പോയി. താൻ എന്തിനാണ് അവൾ അകറ്റി നിർത്തുന്നത്? എന്തിനാണ് അവളുടെ പ്രണയം കണ്ടില്ലെന്ന് വെക്കുന്നത്? അത് ഇത്രമേൽ കഠിനമായ പ്രണയമാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അറിയാൻ ശ്രമിച്ചില്ല എന്നത് യാഥാർത്ഥ്യം. ഓരോന്ന് ചിന്തിച്ച് കിടക്കുമ്പോഴാണ് സുൽത്താൻ്റെ ഫോൺ ചിലക്കുന്നത്. നോക്കുമ്പോൾ അന്നാമയാണ്. ഇവളെന്താ ഈ നേരത്ത് എന്നോർത്തോട് സുൽത്താൻ ഫോൺ എടുത്തു. എന്നതാടി ഈ നേരത്ത്? സുൽത്താൻ്റെ ചോദ്യത്തിന് വിറയലോടെയാണ് അന്നെ മറുപടി പറഞ്ഞത്. ഇക്ക എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കലേ. അല്ല നിങ്ങൾ കാരണം വൈതൂട്ടി അവള്. ആ പേര് കേൾക്കവേ സുൽത്താൻ്റെ ഉടലാകെ ഒന്ന് വിറച്ച്. പകുതിക്ക് നിർത്താൻ മുഴുവൻ പറയടി പുല്ലേ. അവൾക്ക് എന്നാടാ പറ്റി? അവൾക്ക് എന്നടി പറ്റി? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഞരമ്പ് മുറിച്ചതാ. അന്നാമ്മയുടെ വാക്കുകൾ സുൽത്താനെ ഒന്ന് കുലുക്കി. ഒരു നിമിഷം കണ്ണൊന്ന് നിറഞ്ഞു പോകും. ഇക്ക ആലോചിച്ച് നിൽക്കാൻ നേരില്ല. അല്പം ക്രിട്ടിക്കില്ല. ചോര ഒരുപാട് പോയിട്ടുണ്ട്. ഇവിടെ ബ്ലഡ് ബാങ്കിൽ മാച്ചിങ് ബ്ലഡ് ഇല്ല. എവിടുന്നല്ലേ AB നെഗറ്റീവ് ബ്ലഡ് സംഘടിപ്പിക്കണം. എല്ലാവരെയും വിളിച്ച് ഒരുത്തരും ഫോൺ എടുക്കുന്നില്ല. ഈ ചാരി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേലും ഒന്ന് ചെയ്യിക്ക എൻ്റെ വൈതൂട്ടി. തേങ്ങളോടെയും അമർഷത്തോടെയുമാണ് അന്നാമത് പറഞ്ഞത്. അന്നയുടെ ഓരോ വാക്കും സുൽത്താനെ തളർത്തിക്കൊണ്ടിരുന്നു. എൻ്റെ AB നെഗറ്റീവാ, ഞാൻ ഉടനെ വരാം. അത്രയും പറഞ്ഞുകൊണ്ട് സുൽത്താൻ ഫോൺ കട്ട് ചെയ്തു. വസ്ത്രം മാറാൻ പോലും കഴിയുന്നില്ല. ശരീരം തളർന്നു പോകുന്നു. എല്ലാം ഞാൻ കാരണമെന്ന കുറ്റബോധം സുൽത്താനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. ആശുപത്രി വരാന്തയിൽ ബ്ലഡ് ഡോണർക്കായി കാത്തു നിൽക്കുവാണ് വിശ്വനാഥനും ഭാര്യ വൈശാഖനും. പെട്ടെന്നാണ് അവരുടെ കണ്ണുകൾ ഓടിപ്പിടച്ചു വരുന്ന സുൽത്താനിലേക്ക് നീളുന്നത്. ഇക്ക ഇവിടെ വേഗം വായോ. പെട്ടെന്നുള്ള അന്നമ്മയുടെ വിളി അവർ മനസ്സിലാക്കിയായിരുന്നു സുൽത്താനാണ് ഡോണർ എന്ന്. സുൽത്താനെ. വിശ്വനാഥൻ അവനരികിലേക്ക് ഒരച്ഛൻ്റെ എല്ലാ വ്യാകുലതയോടെയും ചെന്നു. എന്നാൽ അതിനു മുന്നേ വൈശാഖൻ മുന്നിൽ കയറി സുൽത്താന്റെ ഷർട്ടിന്റെ കോൾ കയറി പിടിച്ച്. എനിക്കറിയാം ഇവൻ കാരണം എന്റെ കുഞ്ഞകത്തി അവസ്ഥയിൽ കിടക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത മുകളിൽ ബ്ലഡ് തരാൻ വന്നിരിക്കുന്നു. പോയിക്കോളാം. ഇവന്റെ ചോര കൊണ്ട് എന്റെ കുഞ്ഞ് ജീവിക്കണ്ട. ഇറങ്ങി പോടാ നായ. ജ്വലിക്കുന്ന അല്പം കലങ്ങിയ കണ്ണുകളോടെ വൈശാഖൻ പറഞ്ഞു. വൈശാഖ മാറിയിരിക്കടാ. എന്റെ കുട്ടിയകത്ത് ജീവന് വേണ്ടി മല്ലിടുമ്പോ നീ ഇവിടെ മാറിയിരിക്ക്. വിശ്വനാഥൻ വൈശാഖനെ തടഞ്ഞു. എന്നാൽ അവനത് വകവെക്കാതെ വീണ്ടും തിരക്കി നിന്നു. സമ്മതിക്കില്ല ഞാൻ. എന്റെ വൈദൂട്ടി ഈ അവസ്ഥയിലാക്കിയത് ഇവനാ. ഇറങ്ങിപ്പോടാ. വീണ്ടും പറയവേ അന്നയുടെ അടുത്ത വിളി എത്തി. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കലേ, ഡോക്ടർ വിളിക്കുന്നു. ഇക്ക അകത്തേക്ക് വാ. അന്നെ വിളിക്കവേ വൈശാഖന്റെ കൈകൾ ഷർട്ടിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ സുൽത്താൻ അകത്തേക്ക് കയറിപ്പോയി. അരിശത്തോടെ വൈശാഖൻ ഭിത്തിയിൽ ആഞ്ഞിടിച്ച്. സുൽത്താൻ അകത്തേക്ക് കയറുമ്പോൾ പാളിയൊരു നോട്ടം വൈദേഹിക്ക് നേരെ പായിച്ചു. ശേഷം അവൾക്കടുത്തായിട്ടിരിക്കുന്ന ബെഡിൽ കിടന്നു. അവനിൽ നിന്ന് ഓടുന്ന ചോരത്തുള്ളികൾ അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി. അപ്പോഴും ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കാഴ്ചകൾ മറച്ചുകൊണ്ടിരുന്നു.
ആ ആശുപത്രി മുറി വൈദേഹിയും സുൽത്താനും മാത്രമായി. അവളുടെ കുസൃതികളും ചിരിയും കണ്ണുനീരും ഒരു ചിത്രം പോലെ അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ഒടുവിൽ അവളുടെ മാറിൽ കുത്തിവെച്ച തൻ്റെ പേര് മനസ്സിൻ്റെ ഏങ്ങലടി നീർത്തുള്ളികളായി കൺപോളയിലൂടെ ഒഴുകി. അല്പസമയം കഴിഞ്ഞപ്പോൾ അന്നയും മറ്റൊരു സിസ്റ്ററും കൂടെ വന്നു. കഴിഞ്ഞു, മയക്കുണ്ടാവും, കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോയാൽ മതി. ഒരു ജ്യൂസ് ബോട്ടിൽ അവൻ അരികിൽ വെച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ആ മുറിയിൽ അവർ മാത്രം. അന്നാമേ, വൈദേഹിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓക്കെ ആയോ? ജസ്റ്റ് അവൾക്കരികിൽ ചെന്നുകൊണ്ട് ചോദിച്ചു. ബോധം വീണിട്ടില്ല, ബ്ലഡ് കിട്ടിയില്ല, ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. അന്നയുടെ വാക്കിന് ജസ്റ്റ് ഇടുപ്പിൽ കൈയുത്തിന് ശ്വാസം ആഞ്ഞു വലിച്ചു. സുൽത്താനോടെ അകത്തുണ്ട്, എനിക്ക് കാണുന്നൊരു ദേഷ്യം വരുമോ? അല്ലേ സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 100 നാവാണല്ലോ, ഇപ്പം എന്തൊന്നും പറയാനില്ലേ? അന്നെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. എടി, അതിന് അവനെന്താ ചെയ്ത്? അവന് ഇഷ്ടമല്ല, അവനത് തുറന്നു പറഞ്ഞു. അതിന് അവളിങ്ങനെ ചെയ്യുന്ന ആരറിഞ്ഞു? വെറുതെ അവനെ കുറ്റപ്പെടുത്തണ്ട. അവനവൻ്റെ തട്ടക്കാര്യം മറക്കാൻ കഴിയില്ലായിരിക്കും, അതുകൊണ്ടാവും. പിന്നെ അവനെ ഏതൊരു പെണ്ണിനോട് സംസാരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അവൻ അങ്ങനെയാണ്. അവന് പെണ്ണിനോട് സംസാരിക്കാൻ അറിയില്ല, അല്പം ദേഷ്യക്കാരനാണ്. എന്നാലും മനസ്സാക്ഷി ഇല്ലാത്തവനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ ജസ്റ്റി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതേ സമയം സുൽത്താൻ പതിയെ വൈദേഹിക്കരികിലായി ചെന്നു. ഇന്നും ചിരി തൂവുന്ന മുഖം ഇന്ന് ശാന്തമാണ്. കണ്ണുകൾക്ക് താഴെ കണ്ണീർപ്പാടുകൾ തളം കെട്ടി നിൽക്കുന്നു. അധരങ്ങൾ വറ്റി വരണ്ടിരിക്കുന്നു. സുൽത്താൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് മുട്ടൂത്തിയിരുന്നു. അവളുടെ കൈകൾക്ക് മീതെ തലവെച്ചു. ഏറെ നേരം ഇരുന്ന ശേഷം പതിയെ എഴുന്നേറ്റു. അപ്പോഴും മനസ്സിലെ ഭാരം അതുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കണ്ണുകളൊന്ന് ഒഴുകിയിറങ്ങാൻ ആഗ്രഹിക്കുന്നു. കുറ്റബോധം കൊണ്ട് ഉള്ളം വിങ്ങുന്നു. അവനിൽ നെറ്റി വീണൊരു തുള്ളി കണ്ണിന് അവളുടെ നെഞ്ചിൽ പതിച്ചു. ശരവേഗത്തിൽ സുൽത്താൻ കുരിഞ്ഞുകൊണ്ട് വൈദേഹിയുടെ അത്തരത്തിൽ അമർത്തി ചുംബിച്ചു. അതോടൊപ്പം കണ്ണുനീർ തോരാമഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. ചുംബനം ദീർഘചുംബനത്തിലേക്ക് വഴിമാറി. അവളുടെ അധരങ്ങൾ ആവേശത്തോടെ നുണയുമ്പോൾ ഉള്ളിലെ എല്ലാ വേദനകളും കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകി. ചോരയോടൊപ്പം ജീവശ്വാസം കൂടിയാണ് അവൻ അവൾക്ക് പകർന്നു നൽകിയത്. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഒരു ചുംബനത്തിനാൽ അവളുടെ ആത്മാവിനോട് പങ്കുവെക്കുകയായിരുന്നു അവൻ. വാക്കുകൾ കൊണ്ട് പറയാത്ത പ്രണയം അവൻ്റെ ശ്വാസനിശ്വാസത്തിലൂടെ അവൾ അറിഞ്ഞു. ആ ചുംബനത്തിൻ്റെ അർത്ഥങ്ങൾ ശിഖരങ്ങൾ പോൽ പടർന്നു കയറി. എന്നാൽ സുൽത്താൻ അന്വേഷിച്ചു വന്ന് ജസ്റ്റിയും അന്നയും കാണുന്നു അവളെ ചുംബിക്കുന്ന സുൽത്താനെയാണ്. വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത ഒരുതരം ഭാവമായിരുന്നു രണ്ടുപേരും കഥകടച്ച് കിളിപോയ കണക്കെ പരസ്പരം നോക്കി. അങ്ങേർക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല അല്ലേ? അന്നയുടെ മൈൻഡ് വോയിസ്. അത് അവന് ഉമ്മോക്കാൻ മാത്രമേ അറിയൂ. ജസ്റ്റി കാമുകനാണ് പോലും, കാമുകൻ. അന്ന ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ, എനിക്ക് ഉമ്മോക്കാനൊന്നും അറിയില്ല, എനിക്ക് പേടിയാ. ജസ്റ്റി അന്ന വിത്ത് അൾട്ടിമേറ്റ് പുച്ഛ. പരസ്പരം ഒന്നും മിണ്ടാതെ മനസ്സിൽ പുച്ഛിക്കുന്ന അവരെ താണ്ടി സുൽത്താൻ പുറത്തേക്ക് ഇറങ്ങി. വിശ്വനാഥൻ കൃതജ്ഞതയോടെ സുൽത്താനെ നോക്കി. സുൽത്താൻ കൃത്രിമമായ ചിരി അദ്ദേഹത്തിന് സമ്മാനിച്ച ശേഷം നടന്നകന്നു. എന്നാൽ വൈശാഖൻ സുൽത്താന് പുറകെ ചെന്നു. വൈശാഖനെ വിളിക്ക് മറുപടി അറിയാതെ സുൽത്താൻ നിന്നു. വൈശാഖൻ പുറകിലൂടെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മേലാൽ നിന്നെ എന്റെ പെങ്ങൾക്ക് മുമ്പിൽ കണ്ടുവരുത്. കണ്ടെന്ന് ഞാൻ അറിഞ്ഞ മുഹമ്മദ് സുൽത്താൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല, കേടോടാ. ഭീഷണി സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പട്ടിയെ വലിച്ചിഴക്കുന്ന പോലെ വലിച്ചു. എന്നാൽ ആ നിമിഷത്തിൽ സുൽത്താന്റെ സർവ്വ നിയന്ത്രണം നശിച്ചു പോയിരുന്നു. സുൽത്താൻ വൈശാഖന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് വലിച്ചിഴച്ച് കൈത്തണ്ട കൊണ്ട് കഴുത്തിൽ അമർത്തി പിടിച്ചു. കണ്ണുകൾ ചുമന്ന് കലങ്ങിയിട്ടുണ്ട്. സുൽത്താന്റെ കയ്യിലെ ബ്രേസ്ലെറ്റ് വൈശാഖന്റെ കഴുത്തിൽ മുറുകി. പന്ന പുന്നാര മോനെ, പോട്ടെ നോക്കുമ്പോ നീ ഒരുപാട് അങ്ങ് ഉണ്ടാക്കല്ലേ. നിന്റെ പെങ്ങൾക്ക് പുറകെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്നിരുന്നാലും അവിടെ ഈ അവസ്ഥക്ക് ഞാൻ കൂടെ കാരണമാണല്ലോ ഓർത്ത് മിണ്ടാതെ പോയപ്പോ അവന്റെ ഒരു ഭീഷണി. ചേറ്റേ, നിന്റെ അപ്പനോട് എനിക്കല്പം ബഹുമാനമുണ്ട്, അതുകൊണ്ടാ എന്റെ കോളറിക്കാരി പിടിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഞാൻ പോയത്. മറ്റാർക്കറിയില്ലെങ്കിലും നിനക്കറിയാം സുൽത്താൻ എന്തുകൊണ്ട് നിന്റെ പെങ്ങളുടെ ഇഷ്ടം കണ്ടില്ലെന്ന് നടിക്കുന്നെന്ന്. വൈശാഖനല്ല സുൽത്താൻ, കേട്ടോടാ. ഇനി എന്റെ മുമ്പിലൊരു തടസ്സമായി നീ വന്നാ കൊന്നുകളയുന്നായേ. അത്രയും പറഞ്ഞുകൊണ്ട് സുൽത്താൻ നടന്നകന്നു. ചുമച്ചുകൊണ്ട് ഭീതിയോടെ വൈശാഖൻ നിന്നു. അടുത്ത ദിവസം എല്ലാവരും വൈദേഹിക്ക് സംഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞു. വൈശാഖനായി ഒരു മൽപ്പിടുത്തം ഒഴിവാക്കാനായി ആരും അങ്ങോട്ടേക്ക് ചെന്നില്ല. അന്നാമ കൂടെയുള്ളത് എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ ദേവന് ദേഷ്യം കടിച്ചമർത്താൻ കഴിഞ്ഞില്ല. മാവിൻ തോപ്പിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. കിച്ചു, സുൽത്താനോടെ ദേവന്റെ ശബ്ദമുയർന്നു. ദേവ വേണ്ട, അവൻ നല്ല വിഷമത്തില, ഒന്നും പറയണ്ട, വിട്ടേക്കണം. കിച്ചു പറഞ്ഞു. നിന്നോട് അവൻ എവിടെയാണെന്നാ ചോദിച്ചേ? കിച്ചു പറയുന്ന കേൾക്കാതെ ദേവൻ അലറി. കിച്ചു അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ചേർന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് അയച്ചുകൂടി. ദേവൻ അവിടേക്ക് ലക്ഷ്യമാക്കി നടന്നു. പാറക്കൂട്ടങ്ങൾക്കരികിൽ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിയ ആലോചനയിലാണ് സുൽത്താൻ. ദേവൻ അടുത്തുനിന്ന് സുൽത്താന്റെ കയ്യിൽ ആഞ്ഞു ചവിട്ടി. പെട്ടെന്നുള്ള അടിയിൽ സുൽത്താൻ താഴേക്ക് തെറിച്ചു വീണു. ചുണ്ടിൽ നിന്നും ചോര പൊടിഞ്ഞ്.
ദേവ വിട, നീ എന്താ ചെയ്യുന്നേ? രുദ്രൻ ദേവനെ തടഞ്ഞു. മാറി നിൽക്കടാ, ഇത് സുൽത്താനും ദേവാനും തമ്മിലുള്ള പ്രശ്നമാണ്, ഒരുത്തിനെതിരെ ഇടപെടരുത്. രുദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് ദേവൻ വീണ്ടും സുൽത്താൻ അരികിൽ ചെന്നു അവനെ പൊക്കിയെടുത്ത് മുഖത്ത് ആഞ്ഞടിച്ചു. ഓരോ പ്രഹരമേൽക്കുമ്പോഴും സുൽത്താൻ മൗനം പാലിച്ചു. ദേവന്റെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പൊ സമാധാനമായോടെ നിനക്ക്? എന്തിനാ പാവത്തിനെ രക്ഷിച്ച്? ചത്ത് തൊലയായിരുന്നില്ലേ? അതോടെ നിന്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ. പോയി ജീവിക്ക്. നിന്റെ എവിടെയെന്ന് പോലും അറിയാത്ത തട്ടക്കാരിക്കൊപ്പം പോടാ. ദേവൻ അലറുകയായിരുന്നു. ദേവ വേണ്ട, ജസ്റ്റി പറഞ്ഞു. എന്നാൽ അപ്പോഴും ഓരോന്ന് പറഞ്ഞ് പ്രഹരിക്കുകയാണ് ദേവൻ. എന്നാൽ പെട്ടെന്ന് എങ്ങുന്നോ ലൂക്ക പാഞ്ഞു വന്ന് ദേവനെ പിടിച്ചു മാറ്റി. നിർത്താൻ, ഇനി തലി അവൻ ചത്തുപോകും, വിടവനെ. ഇനിയെങ്കിലും പറഞ്ഞു കൊടുക്കടാ, നിനക്കെന്താ അവളെ ഇഷ്ടമല്ലാത്ത? അവൾ നിന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറായിട്ടും നിനക്കൊന്നും പറയാനില്ലേ? പറയടാ. കഴിയില്ല എനിക്ക് അവളെ സ്വീകരിക്കാൻ. അതിനൊരു കാരണമേ ഉള്ളൂ, അവള് വൈശാഖന്റെ പെങ്ങളാ, അത് തന്നെ. സായികെട്ട് സുൽത്താൻ പറഞ്ഞു. എന്നാൽ ദേഷ്യം തീരാതെ ദേവൻ വീണ്ടും കരണ്ട് നോക്കി പൊട്ടിച്ചു. അവളാ ചേറ്റയുടെ പെങ്ങളായ നിനക്കെന്താടാ? അവളല്ലേ നിന്നെ സ്നേഹിക്കുന്നത്? അവളല്ലേ നിന്റെ കൂടെ ജീവിക്കുന്നത്? അല്ലാതെ അവനല്ലല്ലോ. മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ പന്നി, മുട്ടാലി ഞാൻ തല്ലിയൊടിക്കും. ദേവൻ താക്കീത് നൽകി. അത് തന്നെയാ കാരണം. അവന്റെ പെങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല. അവളെന്നല്ല, ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ കഴിയില്ല. സുൽത്താൻ ചോര സൈഡിലേക്ക് തുപ്പിക്കൊണ്ട് പറഞ്ഞു. ഇനി ഇവന്റെ എഞ്ചിന് വല്ല പ്രശ്നം കാണും, അതുകൊണ്ടാവൂ. കിച്ചു ശബ്ദം താഴ്ത്തി ജസ്റ്റിയോട് പറഞ്ഞു. ഒന്ന് പോടാതാറി, മിണ്ടടിക്കും. ജസ്റ്റി പറഞ്ഞു. അല്ല, അവൻ പറഞ്ഞതിലും ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ ശരിയാവില്ലേ? രുദ്രൻ ചോദിച്ചു. ഇതെങ്ങാനും അവൻ കേട്ട രണ്ടിന്റെ എഞ്ചിനവൻ തകരാക്കും. മിണ്ടായിരിക്കട പന്നികളെ. അവരുടെ ചർച്ചയ്ക്കിടയിൽ ദേവൻ കയറി വന്ന് കിച്ചുവിന് വലിച്ച സുൽത്താന്റെ മുമ്പിലിട്ടു. നമ്മളിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിച്ചുവാണെന്ന് എനിക്കറിയാം. പറ, അവന്റെ തലയിൽ തൊട്ട് പറ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ അവളെ കുറിച്ച് ചിന്തിക്കാറില്ലേ? എന്തിന്? സ്വപ്നങ്ങളിൽ പോലും അവളല്ലേ നിന്റെ മനസ്സിൽ? ഇല്ലെങ്കിൽ ഇപ്പൊ പറയണം, ഇവനെ തലക്ക് മീതെ കൈവച്ച് പറയണം. ദേവൻ പറയുന്നേട്ട് കിച്ചു പല്ലുകടിച്ചു. തെണ്ടി, എന്റെ തലയെ കിട്ടിയുള്ളൂ, സത്യം പറയണമെന്നാറി. ദയനീയമായി കിച്ചു പറഞ്ഞു. മതി, നിർത്ത്. എനിക്ക് കഴിയില്ല. ഇവനെ എന്നല്ല, ഈ നിൽക്കുന്ന ഒരുത്തരെയും വിളിച്ച് സത്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. എന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അത് വൈദേഹിയ. നിങ്ങൾ പറയുന്ന തട്ടക്കാരിയിട്ട് എനിക്ക് അത്തരത്തിലൊരു ബന്ധമില്ല. അവൾ എന്നെ നല്ലൊരു കൂട്ടുകാരിയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് അവളെ സ്വീകരിക്കാൻ കഴിയില്ല. ആ വൈശാഖനോട് എനിക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അന്നെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറി. എന്നാൽ എൻ്റെ പെങ്ങളെ സഹിച്ചതിനോട് എനിക്ക് ദേഷ്യമില്ല എന്നാണ് തോന്നുന്നത്. സുൽത്താന്റെ വാക്കുകൾ എല്ലാവരും ഞെട്ടലോടെ കാതോർത്തു. നാദിറ, മുന്നേ ഒരിക്കൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൾക്കൊരാളെ ഇഷ്ടമായിരുന്നു, അത് വൈശാഖനായിരുന്നു. എന്നാൽ അതറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. വൈശാഖൻ ദുബായിലേക്ക് പോയതിനടുത്ത ദിവസം നാദിറന്റെ കാൽക്കൽ വീണോണ്ട് പറഞ്ഞു, പ്രണയമാണെന്ന പേരിൽ തന്നെ നശിപ്പിച്ച ആ ചെറ്റയെക്കുറിച്ച്. എന്നാൽ ഒരുപാട് വൈകിപ്പോയിരുന്നു. കാരണം അവിടെ വയറ്റിൽ അവൻ്റെ ചോര വളർന്നു തുടങ്ങിയിരുന്നു. ഉപ്പയും ഉമ്മയെ അറിയുന്നെന്ന് കണ്ണീരോട് അവൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. എൻ്റെ മുമ്പിൽ എൻ്റെ പെങ്ങളുടെ ഭാവിയും ജീവിതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റബ്ബിന് നിരക്കാത്തൊന്നും സുൽത്താൻ ചെയ്യില്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതിനാൽ അവളെയും കൊണ്ട് ഒരു അകന്ന വന്നൊരു വീട്ടിൽ ചെന്ന് അവിടെ താമസിച്ചു. വീട്ടിൽ അവളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയാണെന്നും ലീവ് ഉണ്ടാവില്ലെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മാസങ്ങൾ കൂടി ഒരു വൈശാഖൻ എന്ന ചെറ്റയുടെ ചോരൽ പിറന്ന ഒരു പെൺകുഞ്ഞ് എൻ്റെ കയ്യിൽ പിറന്നു വീഴുമ്പോൾ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഉപ്പയുമ്മയില്ലെങ്കിലും ആ കുഞ്ഞിന് ഓടെ മാമ ഉണ്ടാവുമെന്ന്. അമ്മക്ക് പറ്റിയ തെറ്റൊരിക്കലും ആ കുഞ്ഞിനെ സംഭവിക്കാതെ സംരക്ഷിക്കണമെന്ന്. അവനെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞിൻ്റെ പിഞ്ചുമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കഴിയില്ല അവനെ നോവിക്കാൻ പോലും. ഇന്നും അവനറിയില്ല അവൻ്റെ കുഞ്ഞിനെക്കുറിച്ച്. എന്നാൽ ഒന്നറിയാം, അവൻ കാരണം ജീവൻ നശിച്ച പെണ്ണിൻ്റെ ആങ്ങളയാണെന്ന്. ആ ഭയം അവൻ എന്നോട് ഇന്നുമുണ്ട്. ഇതിനിടയിൽ ഉപ്പയുമ്മയെ അവളെ നിക്കാഹ് കഴിപ്പിക്കാൻ ഒരുങ്ങുന്നു. മറുവശത്ത് പ്രണയാഭ്യർത്ഥനയായിട്ട് വൈദേഹി. ആദ്യം അവൻ്റെ പെങ്ങളെന്ന രീതിയിലുള്ള ദേഷ്യമായിരുന്നു. എന്നാൽ പിന്നീട് വൈശാഖിനെ പോലെയുള്ള വൈദേഹിനെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാൽ നാദിറ, അവൾക്ക് പറ്റിയ ആ വീഴ്ച ആരും അറിയുന്നെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. വൈദേഹിയിലൂടെ വീണ്ടും വൈശാഖിൻ്റെ കുടുംബത്തിൽ കയറി അത് നാദിറയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും. എനിക്ക് എന്നേക്കാൾ അവളുടെ ജീവിതമാണ് വലുത്. അവളൊരു ജീവിതം തേടിപ്പോയാൽ ആ കുഞ്ഞു പെണ്ണ് അനാഥയാവും. അതെനിക്ക് കഴിയില്ല. അവൾ ഇന്നെൻ്റെ ഉത്തരവാദിത്വമാണ്. അച്ഛനെയും അമ്മയും ഒരു നോക്കി കാണാതെ അവൾ അനാഥയെ പോലെ വളരുക. ഈ വാശിയോടെ ജോലി ചെയ്യുന്ന സ്വരുക്കൂട്ടുന്നെല്ലാം എൻ്റെ കുഞ്ഞുപെണ്ണിന് വേണ്ടിയാണ്. അതിനിടയിൽ വൈദേഹിയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇന്നലെ അവൾ പറഞ്ഞ വാക്ക് അവളുടെ കണ്ണിൽ എന്നെ നെഞ്ചിലേറ്റ് നടക്കുകയാണ് അവളെന്ന് അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. എൻ്റെ പെങ്ങൾക്ക് വേണ്ടി. ഞാനൊരു ആങ്ങളയല്ലേ, സ്വാർത്ഥത കാണിച്ചു പോയി. എന്നാൽ അവൾ ജീവന് വേണ്ടി പെടയുമ്പോൾ എല്ലാ തരത്തിലും തളർന്നു പോയടാ. ഞാൻ ചെയ്ത തെറ്റാണ്. എന്നാൽ അതിന് പുറകിൽ ശരിയുടെ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു. ഇനി പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അറിയുന്നില്ല എനിക്ക്.
നീ എന്നെ പ്രേരിക്കുമ്പോൾ ശരീരത്തിനല്ല, എൻ്റെ മനസ്സിനാ നോവുന്നു. അതൊരിക്കൽ നീ മർദ്ദിക്കുന്നുണ്ടല്ല, എന്നെ അടിക്കുന്ന ഓരോ അടിയിലും നിന്റെ നെഞ്ച് നേറുന്നുകൊണ്ട്, നിന്റെ കണ്ണുകൾ നിറയുന്നോണ്ടാണ്. സുൽത്താൻ പറഞ്ഞിരുമ്പോൾ എവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവൻ സുൽത്താൻ ഇറുകിപ്പുറന്നു. അവർക്ക് മുകളിലായി മറ്റുള്ളവരും. ആ കൂടിച്ചേരൽ പറയുകയായിരുന്നു, അവൾ ഞങ്ങളുടെ കൂടെ പെങ്ങളാണെന്ന്, നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്ന്. സൗഹൃദത്തിന്റെ ഒരു പാഠം കൂടെ പഠിപ്പിക്കുകയാണ് ഇന്നവർ. കൃപ വിളിച്ചനുസരിച്ച് അവളെ കാണാൻ ഈ സ്കൂളിന് പുറമെ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ് കിച്ചു. പുറത്തേക്ക് നോക്കിയാൽ തൻ്റെ ഉള്ളിലെ കോഴി പുറത്തു വരുമോ എന്ന ഭയത്തിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷി. ഇപ്പോൾ വേഷത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പണ്ട് തമിഴ് സ്റ്റൈലിൽ ടീഷർട്ടും അതിനു മുകളിൽ ഷർട്ടും ത്രികോണാകൃതിയിൽ നിൽക്കുന്ന മുടിയും വൃത്തിയുടെ ഒരു സൺഗ്ലാസുമായിരുന്നു വേഷമെങ്കിൽ ഇപ്പോഴൊരു സിമ്പിൾ ജീൻസും കുഞ്ഞ് ചെക്കുള്ള ഷർട്ടും മുടിയെല്ലാം ഒതുക്കി വെട്ടി താടി ഡ്രിമക്കാക്കി വൃത്തിയോടെയാണ് നടപ്പ്. പെട്ടെന്നൊരു വിളി കേട്ട് കിച്ചു തലയുയർത്തി നോക്കി. ശില്പ? കിച്ചു പരുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു. പണ്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അതിന്റെ പരിഭ്രമമാണ് മുഖത്ത്. ഇതാറ് ശില്പയോ? ശില്പ എന്താ ഇവിടെ? പരിങ്ങിലും പരിഭ്രമം കള്ളത്തിരുന്നതിന്റെ ടോണിൽ കിച്ചു ചോദിച്ചു. കിച്ചുവിട്ട് എന്ത് പണിയെ കാണിച്ച്? വിളിക്കാൻ പറഞ്ഞ നമ്പർ തന്നിട്ട് വിളിച്ചപ്പോൾ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈയും ഇല്ല. പരിഭവത്തോടെയും കുറുകിലോടെയും ശില്പ പറഞ്ഞു. കിച്ചു ദയനീയമായി ഒന്ന് കണ്ണടച്ച് തുറന്നു. അത് ശില്പ ഞാൻ... കിച്ചു എന്തോ പറയാൻ തുടങ്ങി മറ്റൊരു പെൺകുട്ടി അടുത്തേക്ക് വന്നു. ശീതൾ, നീയും? ബോത്ത് അറ്റ് സെയിം ടൈം. അതായിരുന്നു കിച്ചുവിന്റെ മനസ്സിൽ. ഓഹോ, അപ്പൊ ഇവള് കാരണം നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നല്ലേ? നമ്പർ അന്ന് വിളിച്ചാൽ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, നീ ഏതാടി? ശീതൾ ദേഷ്യത്തോടെ അലറി. അത് ചോദിക്കാൻ നീ ആരടി? ശില്പയും പുറകിലല്ല. അയ്യേ, ഇത് ഇത്രയും തറകളായിരുന്നോ എന്ന നോട്ടമാണ് കിച്ചു നോക്കുന്നത്. നിങ്ങൾ ബഹളം വയ്ക്കലേ, എല്ലാവരും നോക്കുന്നു. കൃഷ്, എനിക്ക് നിന്നെ ഇഷ്ടം, അത് പറയുന്നത് ഞാൻ വിളിച്ച് കിട്ടാതായപ്പോൾ അന്വേഷിച്ചിറങ്ങിയതാ. ഇവളോട് പോകാൻ പറയും കൃഷ്. ശില്പ പറഞ്ഞു. ആരാണ് കിച്ചു ഇവളെന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് എന്നോടല്ല ഇഷ്ടം? എൻ്റെ കണ്ണിൽ നോക്കി നീ പറഞ്ഞല്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടം, ഇവളോട് പോകാൻ പറയും കിച്ചു. ശീതൾ പറയുന്ന കേട്ട് ബോധം പോകുന്ന മട്ടിൽ നിൽക്കുകയാണ് കിച്ചു. നാറികൾ പുറകെ നടന്ന പുച്ഛിച്ച് ഇപ്പൊ നന്നാവുന്ന കിട്ടിയപ്പോൾ ഒന്നിന് രണ്ട്. എന്നെ എന്തിനാണ് ദേവി ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആത്മഹരിച്ചുകൊണ്ട് ദയനീയമായി കിച്ചു നിന്നു. അപ്പോഴാണ് റോഡ് മുറിച്ച് കിടക്കിളങ്ങുന്ന കൃപയും ഭദ്രയും കാണുന്നത്. ഇത് കണ്ടതോടെ കിച്ചു ഫ്ലാറ്റ്. ദേവിയെ, ഇവളുമാരെന്റെ കുടുംബം കലക്കുന്ന തോന്നുന്നത്. ശീതൾ, ശില്പ, നിങ്ങളിപ്പോൾ ചെല്ലി, നമുക്ക് പിന്നീട് സംസാരിക്കാം പ്ലീസ്. ദയനീയമായി കൈകൂപ്പിക്കൊണ്ട് കിച്ചു പറഞ്ഞു. പറ്റില്ല, ഇതിനൊരു തീരുമാനമാക്കാൻ ഞങ്ങൾ പോവില്ല. ഒരുമിച്ചുള്ള മറുപടി കേട്ട് കിച്ചുവിന്റെ മനസ്സൊന്ന് കുലുങ്ങി. അപ്പോഴേയും കൃപയും ഭദ്ര അവിടെ എത്തിയിരുന്നു. എന്താ കിച്ചുവേട്ടാ, എന്താണ് പ്രശ്നം? കൃപ വ്യാകുലതയോടെ ചോദിച്ചു. ഓ, ഇനി ഇവളേതാണാവോ? ഓ, പുതിയ കാമുകിയാവോ അല്ലേ? ചേ, നിന്നെ ആളെ പ്രണയിച്ചെന്ന് ഓർത്ത് എനിക്ക് സ്വയം പുച്ഛം തോന്നുക. നീ ഒന്നുമില്ലെങ്കിലും പിള്ളേരെ 4 ലക്ഷം പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ? ഇവന്റെ പഴിഞ്ഞാടി നടക്കാൻ നാണല്ലേ നിനക്ക്? നിന്നെയൊക്കെ കൊണ്ട് വളരുന്ന തലമുറ നശിച്ചു പോയില്ലെങ്കിലുള്ള അതിശയം. ഒരു ടീച്ചർ വന്നിരിക്കുന്നു, അല്പം സൗന്ദര്യം ഉണ്ടെന്നുള്ള അഹങ്കാരം. ശീതൾ പറയുന്ന വാക്കുകൾ കൃപയെ വല്ലാതെ നോവിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അതാരും കാണാതെ മറച്ചു പിടിക്കാൻ ശ്രമിക്കാണ് കൃപ. എന്നാൽ ആ കണ്ണുനീർ കിച്ചുവിനെ തീച്ചുള്ള പോലെ ചുട്ടുപൊള്ളിച്ചു. ശീതൾ! കിച്ചു കോപം കൊണ്ട് വിറച്ചു. അലറണ്ട, പൂവാണ്, മനസ്സ് നൊന്ന് പറയാം, ദൈവം നിന്നോട് ചോദിക്കും. നിറഞ്ഞു വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് ശീതളുടെ പുറകെ കണ്ണീരുമായി ശില്പയും നടന്നകന്നു. എല്ലാം കേട്ട് തറച്ചു നിൽക്കുകയാണ് കൃപ. ഭദ്രക്കും അവൾ എന്തു പറഞ്ഞ സമാധാനിക്കണമെന്ന് അറിയില്ലായിരുന്നു.